സിൽവർ സ്റ്റോൺ കേരള കൈറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോൺ കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी, जिंदगी के बाद भी. നമസ്കാരം. മറുനാടൻ മലയാളികളുടെ വിശേഷങ്ങളുമായി എത്തുന്ന കേരള കൈറ്റ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവി മുംബൈയിലെ ഒരുപറ്റം കുട്ടികൾ തീർത്ത മഴവില്ലിനെ കുറിച്ചാണ് ഇന്ന് ആദ്യം. കലംബോലി സംസ്കാര കുട്ടികൾക്കായി സംഘടിപ്പിച്ച മഴവില്ലിന്റെ വർണ്ണ കാഴ്ചകളിലേക്ക്. കുട്ടികൾക്ക് നവ്യാനുഭൂതിയും പുത്തനുണർവും സമ്മാനിച്ച് മുംബൈയിൽ ഒരു ശില്പശാല മഴവില്ല്. കലംബൊലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ സംസ്കാരയാണ് മഴവില്ല് എന്ന ശില്പശാല സംഘടിപ്പിച്ചത്. കവിതയുടെയും നാടകത്തിന്റെയും നാടൻ കളികളുടെയും പതിരില്ലാത്ത പഴഞ്ചൊല്ലുകളുടെയും ഈണങ്ങൾക്ക് കാതോർത്തുകൊണ്ട് പാഠപുസ്തകങ്ങൾക്കും ഗൃഹപാഠങ്ങൾക്കും അവധി നൽകി കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ച ഒരു ദിനം. പല പ്രായത്തിലും വേഷത്തിലുമാണെങ്കിലും അവർ ഒന്നായി ചേർന്ന് ഒരു മഴവില്ല് തീർത്തു. മറന്നു തുടങ്ങിയ പഴയകാല പ്രതാപത്തെ ഓർക്കാൻ കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾക്കും കഴിഞ്ഞു ഈ മഴവില്ലിലൂടെ. 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 2 ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ ശില്പശാലയിൽ 60ഓളം കുട്ടികൾ പങ്കെടുത്തു. സംസ്കാരം എന്നത് നമ്മളൊരു ഒരു ഒരു കൾച്ചറൽ ആക്ടിവിറ്റി നടത്താൻ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു സംഘടനയാണ്, ഒരു സാംസ്കാരിക പ്രവർത്തനം. അത് കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നമ്മുടെ ഒരു വളർന്ന ഒരാളാകുമ്പോൾ അയാൾ ഒരു സ്വഭാവം വിലയിരുത്തുന്നത് അവൻ്റെ ബാല്യകാലവും ശൈശവകാലമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുമ്പം മലയാളം മിഷൻ പ്രവർത്തകരായ ദിനേശ് കൊടക്കാട്, ജീവൻ രാജ് എന്നിവരായിരുന്നു അവതാരകർ. ഉമേഷ് പാട്ടീൽ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു. പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇതുപോലെയുള്ള ശില്പശാലകളും കുട്ടികളുടെ കൂട്ടായ്മകളും സൃഷ്ടിച്ചാൽ ആ പ്രദേശം ഒരു സർഗാലയമാക്കി മാറ്റാൻ കഴിയുമെന്ന് യോഗത്തിൽ വിലയിരുത്തി. പ്രവാസി മലയാളികൾക്കിടയിൽ നമ്മുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും അതുപോലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയും ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ജനിച്ചു വളർന്ന നാടിൻ്റെ ഒരു പ്രതീതി, അതിനെക്കുറിച്ച് കുട്ടികൾക്കൊരു അറിവ് പകർന്നു കൊടുക്കുക, പിന്നെ അവരിലെ കഴിവുകൾ. പ്രസിഡന്റ് രാജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രബിലാഷ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ചിത്ര രമേശ് നന്ദിയും പറഞ്ഞു. മഴവില്ലിന്റെ വിശേഷങ്ങളിൽ നിന്നും ഇനി നമുക്ക് പൂനെയിലെ ഒരു മലയാളി സമാജത്തെ പരിചയപ്പെടാം. ചിൻസ്വാഡ് മലയാളി സമാജം. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ഈ സമാജം. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് പൂനെ. ചരിത്രം ഉറങ്ങുന്ന പൂനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയുള്ളതിനാൽ കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. പൂനെയിലെ ഏറ്റവും പഴക്കം ചെന്ന മലയാളി സംഘടനകളിലൊന്നായ ചിഞ്ചുവാഡ് മലയാളി സമാജം സുവർണ ജൂബിലി നിറവിലാണ്. നീണ്ട 50 വർഷത്തെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ തന്നെ ചിഞ്ചുവാഡ് മലയാളി സമാജത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ചിഞ്ചുവാഡ് മലയാളി സമാജം സേവനത്തിൻ്റെ പാതയിൽ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 1966 ഈ സംഘടന സ്ഥാപിച്ചത്. അതിനുശേഷം ആരംഭത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചു പോന്നിരുന്നു. ഒരു ചെറിയ മുറിയിൽ ആരംഭിച്ച ഈ സമാജം സാമൂഹ്യ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലെല്ലാം നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്ത് ഇന്ന് വലിയ ഉയരത്തിലാണ്. സ്വന്തമായി നഴ്സറി സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോളേജ്, കലാ സാംസ്കാരിക കേന്ദ്രമായ കേരള ഭവൻ തുടങ്ങിയ മികച്ച നേട്ടങ്ങൾ ഈ സമാജത്തിന് കീഴിലുണ്ട്. മികച്ച നേതൃത്വ പാഠവും അംഗങ്ങളുടെ ഒത്തൊരുമയുമാണ് ഈ സമാജത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം. അതായത് നമ്മൾ യുവജനങ്ങളിലാണ് ശരിക്കുള്ള ഞങ്ങളുടെ ഇനിയുള്ള പ്രതീക്ഷകൾ. കാരണം ഇവിടുത്തെ മെമ്പർഷിപ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 55 വയസ്സിന് മുകളിലേക്കാണ് ആവറേജ് ഉള്ളത് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ. അപ്പോൾ പലരും ചെറിയ വാർദ്ധക്യത്തോടും ഒക്കെ അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ
യുവനിരകളിലുള്ള പ്രത്യേകിച്ചും സമാജമായിട്ട് നേരത്തെ തൊട്ട് CMS വനിതാവേദി, കലാവേദി, യുവജനവേദി എന്നീ വിഭാഗങ്ങളിലായി സമാജത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ആദ്യകാല പ്രവർത്തകരായ PV ഭാസ്കരൻ പ്രസിഡന്റായും TP വിജയൻ സെക്രട്ടറിയായും അമരത്തുള്ളതിനാൽ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ഭദ്രമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ സജീവമാണ് സമാജം. ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചിഞ്ചുവാഡ രാമകൃഷ്ണ മോറെ ഹാളിൽ നടന്നു. ആദ്യ ദിവസം നടന്ന ചടങ്ങ് മഹാരാഷ്ട്ര ഗ്രാമവികസന മന്ത്രി ദീപക് കേസർക്കർ ഉദ്ഘാടനം ചെയ്തു. മുൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാനും പ്രശസ്ത നോവലിസ്റ്റുമായ പെരുമ്പടവം ശ്രീധരൻ, സിനിമാ താരവും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. G മധുസൂദനൻ, ഡോക്ടർ PKC ബോസ്, സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന ദിവസം നടന്ന പൊതുസമ്മേളനം പാർലമെന്ററി കാര്യമന്ത്രി ഗിരീഷ് ബാപ്പട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖരും പ്രശസ്തരും അണിനിരന്ന ചടങ്ങിൽ നിരവധി പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. തൃശൂർ റോക്ക് ബീറ്റ്സ് അവതരിപ്പിച്ച മെഗാ ഷോ ഏറെ ആസ്വാദ്യമായി. സമാജം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഇനി കേരള കൈറ്റ്സിൽ ഒരിടവേള.